പത്മജ രാഷ്ട്രീയത്തിൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. പക്ഷെ അതൊന്നും പത്മജയോട് പറയേണ്ട കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുള്ള ഒരാളുടെ മകളും കൂടിയാണ്. അത് കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. അതെ, ഇത്രത്തോളം വെല്ലുവിളി നേരിട്ട ഒരു നേതാവ് ഒരുപക്ഷെ ഇന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ? എപ്പോഴും ഒരു ഉയർച്ചയ്ക്ക് എപ്പോഴും ഒരു താഴ്ച ഉണ്ടായിരുന്നു ആൾക്ക്. അതും നേരെ വളരെ താഴത്തോട്ട് പോകും. പക്ഷെ എക്കാലത്തും അദ്ദേഹത്തിന്റെ മനസ്ഥൈര്യത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. പത്മജ ഇപ്പോഴത്തെ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു പത്മജയൊക്കെ അല്പം ഖിന്നതയാണ് തോന്നുന്നത്. എന്താ കാരണം വെച്ചാൽ ഈ ഒരു രാഷ്ട്രീയം നമുക്ക് പറ്റാതാകുന്നുണ്ടോ ഇപ്പോഴത്തെ രാഷ്ട്രീയം? അല്ല, പലപ്പോഴും നമ്മളിങ്ങനെ പിന്തള്ളപ്പെട്ട് പോകണമെന്നുള്ളൊരു വിഷമം നമുക്ക് തോന്നാറുണ്ട്. അത് മനഃപൂർവ്വമാണോ? ചിലവർ മനഃപൂർവ്വം ആയിരിക്കാം. പക്ഷെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് ഈ പറഞ്ഞ മാതിരി നേരത്തെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ജീവിതം കണ്ടിട്ടുള്ള എനിക്ക് കിട്ടാനുള്ള എന്തായാലും എനിക്ക് കിട്ടും. അതിപ്പോൾ നമ്മൾ ആര് തള്ളിക്കളഞ്ഞാലും എനിക്ക് കിട്ടുന്നുള്ളൊരു വിശ്വാസകാര്യത്തെയാണ്. പിന്നെ പലപ്പോഴും പല സമയങ്ങളിലും ഞാൻ പിന്തള്ളപ്പെട്ട് പോകും. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയുക, അത് ഇടിച്ചു നിൽക്കാനുള്ള കഴിവില്ലാണ്ടൊന്നുമില്ല. നമ്മുടെ ഒരു പരിധി കൂടുതൽ മാന്യതയുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു മാന്യതയുടെ ആവശ്യമില്ല. മാന്യത ഒരു ദൗർബല്യമായിട്ട് വ്യാഖ്യാനിക്കുക ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും പാർട്ടീനെ എതിർത്ത് പറയുന്ന ആളോ പാർട്ടിക്ക് എതിരായിട്ട് പറയുന്ന ആളല്ല. അത് എൻ്റെ ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കിയിട്ടായിരിക്കാം എന്ത് വന്നാലും പത്മജ ഒന്നും പറയില്ല എന്നൊരു തോന്നലുള്ളതുകൊണ്ടായിരിക്കും പലപ്പോഴും എന്നെ ഒതുക്കി നിർത്തണേ. ഡോക്ടറെ, പത്മജയ്ക്ക് കിട്ടേണ്ട സ്ഥാനങ്ങൾ കിട്ടിയോ? ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പത്മജയ്ക്ക് പാർട്ടിയിലൊരു പൊസിഷൻ വേണമെന്ന് പത്മജ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദൈവസഹായം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് സാധാരണ വളർച്ച തുടങ്ങേണ്ടത്. അല്ലാതെ സൈഡ് ലൈനിൽ കൂടെ വന്ന് കയറാനായിട്ട് നല്ലത് KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന് അതിൻ്റെ എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാം പങ്കെടുത്ത് എല്ലാം പഠിച്ചതിന് ശേഷം ഒരു സ്ഥാനത്തേക്ക് വരുന്നത് നല്ലതാണ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് കിട്ടിയതായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്തോ കാരണം കൊണ്ട് പിന്തള്ളപ്പെട്ടു. ഇനിയും സമയമുണ്ട്. പറഞ്ഞാൽ എപ്പോഴും ചെറുപ്പമാണല്ലോ, അപ്പോൾ ഇനിയും നിൽക്കാമല്ലോ. ചെറുപ്പം ചിലപ്പോൾ ഒരു ആൾക്കാർ വിചാരിക്കും ഇനിയുണ്ടല്ലോ സമയം. അത് വേറൊരു പ്രശ്നം. നമ്മൾ ചെറുപ്പമായി നടന്നാലും പ്രശ്നമാണ്. പത്മജ, ഇപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു തോത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് പറഞ്ഞു ഗ്രൂപ്പ് വേണ്ടെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞു, പിന്നെ ഗ്രൂപ്പിന്റെ എണ്ണം വർദ്ധിച്ചു. ഇപ്പൊ എന്താന്നുള്ള ആർക്കും അറിയില്ല. ഇത് ഗ്രൂപ്പ് വേണോ വേണ്ടോ, എന്താ പ്രസിദ്ധി? പത്മജ ഇപ്പൊ ഏത് ഗ്രൂപ്പിൽ? ആക്ച്വലി എനിക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് സജീവ പ്രവർത്തക ഇല്ല. കാരണം എന്താ പറയാ, അതൊക്കെ വെറുതെ പറയണം. ഞാൻ ഇപ്പൊ ഒരു ഗ്രൂപ്പും ഇല്ലാണ്ടാ നിൽക്കണത്. കാരണം ഞാൻ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നിരുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. അത് അച്ഛൻ്റെ നിന്ന് കിട്ടിയ നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല. കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള മാത്രമേ ഞാൻ ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ല. അച്ഛൻ്റെ കൂടെ അവസാനം വരെ നിന്ന ആൾക്കാർ തഴയപ്പെട്ടു പോയി എന്നൊരു തോന്നൽ വരുമ്പോൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ പോയി വഴക്കൂടും. ചിലർ പറയണോ പത്മജ വിശാല ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകയാണ്? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇതുവരെ ചേർന്നിട്ടില്ല. ഞാൻ അച്ഛൻ എങ്ങനെ നിന്നിരുന്നു ആ സമയത്ത് അവസാന സമയങ്ങൾ, അതേമാതിരി ഞാൻ നിൽക്കുന്നത്.